കേസിന് വന്ദനം. ഞാൻ ഇതൾ കേസ്. ഇന്ന് ഞാനിവിടെ ഒരു കഥയുമായാണ് വന്നത്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോവാം. കഥയുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. കഥയുടെ പേരാണ് ഇതും നല്ലത് തന്നെ. നമുക്ക് കഥയിലോട്ട് പോവാം. അങ്ങ് രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബുദ്ധിമാനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നായാട്ടിന് പോവാൻ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം സമയം കിട്ടുമ്പോഴൊക്കെ നായാട്ടിന് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവ് അദ്ദേഹത്തിന്റെ പടന്മാരനെയും മന്ത്രിനെയും കൂട്ടി ഒരു ദിവസം നായാട്ടിന് പോയി. അപ്പോൾ പെട്ടെന്ന് രാജാവിനൊരു അപകടം പറ്റി. രാജാവിന്റെ കൈ മുറിഞ്ഞ് ചോര വന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, അയ്യോ, എന്റെ കൈ മുറിഞ്ഞ് ചോര വരുന്നല്ലോ പറഞ്ഞു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അതും നല്ലതിനു തന്നെ. അപ്പോൾ രാജാവ് പറഞ്ഞു, മന്ത്രി, താങ്കൾ എന്റെ കൈ മുറിഞ്ഞ് ചോര വരുമ്പോഴാണോ ഇതും നല്ലത് തന്നെ പറയുന്നത്? പടന്മാരെ, മന്ത്രിയെ തുറങ്കിലടയ്ക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അതും നല്ലത് തന്നെ എന്ന് പറഞ്ഞ് രാജാവും പടന്മാരും നീങ്ങി. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു സിംഹം വന്നു. അപ്പോൾ പടന്മാർ 4 ചുറ്റും മൂടി മരത്തിൽ കയറി. രാജാവ് സിംഹത്തിനെ കണ്ട് ബോധം കെട്ടു വീണു. അപ്പോൾ സിംഹം പതിയെ രാജാവിന്റെ അടുത്തേക്ക് നീങ്ങി. രാജാവിനെ മണത്ത് നോക്കി. ചോരയുടെ മണമുള്ള ഇറച്ചി സിംഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് സിംഹം ചോരയുള്ള ഇറച്ചി കഴിച്ചില്ല. പതിയെ നീങ്ങി. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് മന്ത്രി പറഞ്ഞത് ശരിയായിരുന്നെന്ന്. അപ്പോൾ രാജാവ് പെട്ടെന്ന് തന്നെ മന്ത്രിയെ തുറങ്കിൽ നിന്ന് തുറന്നു വിട്ടു. അപ്പോൾ രാജാവ് പറഞ്ഞു, മന്ത്രി, താങ്കൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഞാൻ താങ്കളുടെ തെറ്റിദ്ധരിച്ചു പോയി. ചോരയുള്ള ഇറച്ചിയുടെ മണം കേട്ടിട്ടാണ് സിംഹം എന്നെ തിന്നാതെ പോയത്. അപ്പോൾ മന്ത്രി പറഞ്ഞു, താങ്കൾ എന്നെ ജയിലിൽ അടച്ചില്ലായിരുന്നെങ്കിൽ സിംഹം എന്നെയും തിന്നേനെ. എനിക്കാണെങ്കിൽ മരം കയറാനും അറിയില്ല. എല്ലാവരും കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചു. രാജാവ് മന്ത്രിക്ക് നല്ല നല്ല സമ്മാനങ്ങൾ നൽകി. കൂട്ടുകാരെ, ഈ കഥയ്ക്ക് ഒരു അർത്ഥമുണ്ട്. എന്താണെന്ന് അറിയുമോ? നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതെല്ലാം നല്ലതിന് തന്നെ. നന്ദി.